തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ പുറമെ കടുപ്പവും അതോറിറ്റി ഉള്ളവരാണ്. ഉള്ളിൽ വളരെ സെൻസിറ്റീവാണ്. പക്ഷെ അതങ്ങനെ പുറത്ത് കാണിക്കില്ല. എനിക്കെല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണം എന്നൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ വളരെ ശക്തമാണ്. ഒരിക്കൽ വഞ്ചിച്ച പിന്നെ മറക്കില്ല. കുടുംബം, ബന്ധങ്ങൾ, റെസ്പോൺസിബിലിറ്റി എല്ലാം നിങ്ങൾക്ക് കാണും. ഈഗോ അല്ല, സെൽഫ് റെസ്പെക്റ്റ് ആണ് നിങ്ങൾക്ക് പ്രോബ്ലമായി തോന്നുന്നത്. ലീഡർ എനർജി ഉണ്ടെങ്കിലും സപ്പോർട്ട് ചോദിക്കാൻ മടി. പലപ്പോഴും ഒറ്റയ്ക്ക് വിഷമം സഹിക്കാറുമുണ്ട് നിങ്ങൾ. 2025 തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ പ്രഷർ പ്ലസ് അവൈക്കനിങ് ഇയർ ആയിരുന്നു. റിലേഷൻഷിപ്പിൽ ബിട്രയലും ഉണ്ടായി, ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. കരിയറിൽ വർക്ക് ലോഡ് കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് അപ്രിസിയേഷനും കുറവായിട്ടുണ്ടാവും. ഫിനാൻഷ്യൽ അപ്പ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ എത്ര ചെയ്തിട്ട് എനിക്ക് എന്തായാലും ഗുണം കിട്ടാത്ത എന്നൊരു തോന്നലുണ്ടാവും. അതിൻ്റെ ഫ്രസ്ട്രേഷനും നിങ്ങൾക്കുണ്ടാവും. പലർക്കും ഇമോഷണൽ ഐസൊലേഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷെ 2025 അവസാനത്തോടെ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവും. എല്ലാവർക്കും ഞാൻ വേണ്ട, എനിക്ക് വേണ്ടവരെ ഞാൻ തിരഞ്ഞെടുത്താൽ മതി എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും. നല്ലതുമാണ്. 2026 നിങ്ങൾക്കൊരു ലൈഫ് ടേണിങ് ഇയർ ആണ്. അതായത് പവർ റീക്ലെയിമിങ് ഇയർ ആണ്. നിങ്ങൾ കൺട്രോൾ തിരിച്ചു പിടിക്കണ ഒരു വർഷം കൂടിയായിരിക്കും. ജനുവരിയിൽ മൈൻഡ് ക്ലാരിറ്റി എന്തായാലും സ്ലോലി വരും. ഓൾഡ് വെറീസ് എന്തായാലും റിലീസാവും. കരിയറിൽ പ്ലാനിങ് ഫേസ് എന്തായാലും ഉണ്ടാവും. ഇമോഷൻസ് കുറച്ച് കാമായിരിക്കും. പക്ഷെ ആദ്യം ഒരു ഇടിവെട്ട് ഒക്കെ ഉണ്ടാകും. പൊട്ടിത്തെറിയൊക്കെ എന്തായാലും ഉണ്ടാവും. കരിയറിൽ പ്ലാനിങ് എന്തായാലും ജനുവരിയിൽ നടക്കും. പക്ഷേ റിസൾട്ടൊന്നും എന്തായാലും ജനുവരിയിൽ പ്രതീക്ഷിക്കരുത്. ഫൈനാൻസ് ന്യൂട്രലായിരിക്കും. ഇപ്പം എങ്ങനെയുണ്ടോ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ജനുവരിയിലും ഉണ്ടാവുക. വേണമെച്ചാൽ കുറച്ച് താഴാൻ സാധ്യതയുള്ളൂ. ഫെബ്രുവരി മാസത്തിൽ ഒരു ഇടൻ സപ്പോർട്ട് എന്തായാലും കിട്ടും. ഒരു മെൻറ്റർ, ഒരു സീനിയറിൻ്റെ ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഒന്ന് ക്ലിയർ ആവും. കരിയറിൽ ഗൈഡൻസ് പേസ് എന്തായാലും ഉണ്ട്. ചെറിയൊരു ഫിനാൻഷ്യൽ റിലീഫ് എന്തായാലും ഉണ്ടാവും. ഒരു 10-10 കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ. വലുതായിട്ടൊന്നും എന്തായാലും ഉണ്ടാവില്ല. മാർച്ച് മാസത്തിൽ ഒരു ഡിസിഷൻ മന്താണ്. ഒരു ജോബ് ചേഞ്ച്, റോൾ ചേഞ്ച് തോട്ടൊക്കെ നിങ്ങൾക്ക് എന്തായാലും തോന്നും. അത് ഈഗോ ക്ലാഷ് കാരണമാണ്. കാരണം ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തായാലും നിങ്ങൾ അടികൂടാൻ സാധ്യതയുണ്ട്. കരിയറിൽ ഒരു ബോൾഡായിട്ടുള്ള ഒരു തിങ്കിങ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് റിസ്ക് ആയിട്ടുള്ള സ്പെൻഡിങ് എന്തായാലും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏപ്രിൽ മാസത്തിൽ കോൺഫിഡൻസ് എന്തായാലും ബൂസ്റ്റ് ആവും. അതോറിറ്റിയിൽ എന്തായാലും ഇൻക്രീസ് ആവും. പ്രണയത്തിൽ അട്രാക്ഷൻ എന്തായാലും കൂടിയിട്ടുണ്ടാവും. കരിയറിൽ റെക്കഗ്നിഷൻ സ്റ്റാർട്ടായിട്ടുണ്ടാവും. ഇൻകം എന്തായാലും കുറച്ച് സ്റ്റഡി ആയിട്ടുണ്ടാവും. മെയ് മാസത്തിൽ വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. കുടുംബത്തിൽ നിന്ന് നല്ലൊരു പ്രഷർ എന്തായാലും ഉണ്ടാവും. നല്ല സ്ട്രെസ്സ് തന്നെയാണ് നിങ്ങൾക്ക് മെയ്യിൽ. കുടുംബത്തിൽ നിന്നും കരിയറിൽ നിന്നും എല്ലാവിടുന്നും നല്ല ഓവർലോഡായിരിക്കും. ചിലവും നല്ല കൂടുതലായിരിക്കും. അത്യാവശ്യം നല്ലൊരു മോശം മാസം തന്നെയായിരിക്കും മെയ് മാസം. ജൂൺ മാസം കുറച്ചൊരു ടേണിംഗ് പോയിന്റ് എന്തായാലും ഉണ്ടാവും. ഒരു സക്സസ് നിങ്ങൾക്കുണ്ടാവും. ഒരു ഇവൻറ്റിൽ ഒരു സക്സസ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. റിലേഷൻഷിപ്പിൽ ഇമോഷണലി എന്തായാലും കുറച്ചും കൂടി ബോണ്ടിങ് വരും. 2026 നിങ്ങൾക്ക് ആദ്യത്തെ വിജയം എന്തായാലും ഈ മാസമാണ് ഉണ്ടാവുക. സാമ്പത്തികവും ഒഴുകാൻ തുടങ്ങും. ജൂലൈ മാസത്തിൽ പ്രതിച്ഛായ, റെസ്പെക്റ്റ് ഇതെല്ലാം കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. മറ്റുള്ളവർ നിങ്ങളെ കേൾക്കാൻ തുടങ്ങും. കരിയറിൽ എന്തായാലും ഒരു ലീഡർഷിപ്പ് റോൾ എന്തായാലും ഉണ്ടാവും. സേവിങ്സും കൂടും. ഓഗസ്റ്റ് മാസത്തിൽ ഇമോഷണലി കുറച്ച് പ്രോബ്ലം നിങ്ങൾക്കുണ്ടാവും. മെമ്മറീസ് എന്തായാലും നിങ്ങൾക്ക് മറക്കില്ല. അതെന്തായാലും വീണ്ടും കയറി വന്നുകൊണ്ടേയിരിക്കും. മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പ്രണയത്തിൽ പഴയ ലവറിൻ്റെ തോട്ട്സൊക്കെ നിങ്ങൾക്കുണ്ടാവും. കരിയറിൽ സ്റ്റേബിൾ തന്നെയായിരിക്കും. സെപ്റ്റംബർ മാസത്തിൽ ഒരു സ്ട്രോങ് റിക്കവറി എന്തായാലും ഉണ്ടാവും. മെൻ്റൽ സ്ട്രെങ്ത് നല്ല പീക്കാണ്. കരിയറിൽ ഗ്രോത്ത് എന്തായാലും ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല ഫേവറാണ്. ഒക്ടോബർ മാസത്തിൽ റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു ടെസ്റ്റിംഗ് ഉണ്ടാവും. ഈഗോവും ഇമോഷൻസും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കണ ഒരു മാസമാണ്. ഈഗോ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോണ്ട് എന്തായാലും കുറച്ചും കൂടി ഡീപ്പാവും. കരിയറിൽ ട്രാവലും എക്സ്പാൻഷനും ഒക്കെ എന്തായാലും ഉണ്ടാവും. കടം കൊടുക്കാണ്ടിരിക്കുക. കടം കൊടുത്തിട്ട് കാര്യമില്ല. അതെന്തായാലും കിട്ടാൻ എന്തായാലും പോകുന്നില്ല. നവംബർ ഒരു റിവാർഡ് മന്ത് തന്നെയാണ്. ഒരു കുറേ കാലമായിട്ട് നടക്കാത്ത ഒരു കാര്യം എന്തായാലും നവംബറിൽ നടക്കാൻ സാധ്യതയുണ്ട്. കരിയറിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റി എന്തായാലും നിൽക്കും. ഫിനാൻസിൽ എന്തായാലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും. പ്രണയത്തിൽ കമ്മിറ്റ്മെൻറ്റ് കൂടി വരികയേ ചെയ്യുള്ളൂ. ഡിസംബറിൽ സമാധാനം കിട്ടും. സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഞാൻ ജയിച്ചു എന്ന ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും.
റിലേഷൻഷിപ്പിൽ നല്ലൊരു സ്റ്റേബിളാണ്, കരിയർ എന്തായാലും നല്ല രീതിയിൽ സെക്യൂർ ആണ്, സേവിങ്സ് നല്ല സ്ട്രോങ് ആണ്. 2026 ഒരു ട്രൂ കണക്ഷൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. കൺട്രോളിങ് എന്തായാലും ചെയ്യണം. അത് കൺട്രോളിങ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതെന്തായാലും ട്രൂ കണക്ഷൻ തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും. കല്യാണം നടക്കുന്നത് 2026 അവസാനം 2027 ആദ്യ ഭാഗത്താണ്. പാർട്ട്ണർ എന്തായാലും ഇമോഷണലി മെച്യൂർ ആയിരിക്കും, കാം ആയിരിക്കും, നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അധികാരം കൊണ്ടുള്ള സ്ട്രഗിൾ അവോയ്ഡ് ചെയ്താൽ ലൈഫ് ലോങ് ബോണ്ട് ഉണ്ടാവും. അതായത് ഒരുപാട് ഭരിക്കാൻ പോകണ്ട. കരിയർ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും നോക്കുകയാണെങ്കിൽ ലീഡർഷിപ്പ്, ഗവൺമെൻറ് റോൾസ്, മാനേജ്മെൻറ്റ്, ലോ, സെക്യൂരിറ്റി, ബിസിനസ് ഉണ്ട്, ഇതെല്ലാം എന്തായാലും ഉണ്ട്. 2026 പ്രൊമോഷൻ, അതോറിറ്റി പൊസിഷൻ, ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെയാണ് ഫേവറായിട്ട് കാണുന്നത്. 2026 ഫസ്റ്റ് ഹാഫ്, അതായത് ജൂൺ വരെ നിങ്ങൾ എന്തായാലും സാമ്പത്തികമായിട്ട് നല്ല കൺട്രോൾ എന്തായാലും വേണം. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം സ്ട്രോങ് ഗെയിൻ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് സെപ്റ്റംബറിന് ശേഷം നിങ്ങൾ ഗോൾഡ് വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ആരോഗ്യപരമായിട്ട് സ്ട്രെസ്, BP ഇതൊക്കെ നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി എപ്പോഴും ഉറങ്ങണം. മെഡിറ്റേഷൻ, ഏർലി മോർണിംഗ് വാക്ക്, ഇതെല്ലാം നല്ലതാണ്. ഒരു ഫൈനൽ മെസ്സേജ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ചുരുങ്ങിയതല്ല, നിങ്ങൾക്കുണ്ടായത് ഡിലേ ആണ്, അല്ലാണ്ട് അത് നിങ്ങളുടെ അധപ്പതനമല്ല. അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം.